മുസ്ലിമായ എക്സിക്യൂട്ടീവിന്റെ വർക്ക് എത്തിക്സിൽ വിശ്വാസമില്ലെന്ന് ഉപഭോക്താവ്, പിന്തുണച്ച് എയർടെൽ. മുസ്ലിമായ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിനോട് സംസാരിക്കാൻ താൽപ്പര്യമില്ലെന്ന ഉപഭോക്താവിന്റെ പരാതിയിൽ എയർടെൽ സ്വീകരിച്ച നടപടി വിവാദമാകുന്നു. ഉപഭോക്താവിന്റെ ആവശ്യത്തിനനുസരിച്ച് മുസ്ലിം പ്രതിനിധിയെ എയർടെൽ മാറ്റിയതാണ് വിവാദമായിരിക്കുന്നത്. എയർടെൽ DTH സർവീസിലുണ്ടായ അപാകതകൾ പരിഹരിക്കാൻ ആവശ്യപ്പെട്ടാണ് പൂജ സിംഗ് എന്ന ഉപഭോക്താവ് എയർടെല്ലിന്റെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിനെ വിളിച്ചത്. ഷുഹൈബ് എന്ന എക്സിക്യൂട്ടീവാണ് പൂജയ്ക്ക് മറുപടി നൽകിയത്. താങ്കളുടെ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഉടൻ പരിഹരിക്കാമെന്നുമായിരുന്നു ഷുഹൈബ് ട്വിറ്ററിലൂടെ വ്യക്തമാക്കിയത്. എന്നാൽ ഹിന്ദുവായ ഒരാളുടെ സേവനം മാത്രമേ താൻ സ്വീകരിക്കുകയുള്ളൂ എന്നായിരുന്നു പൂജയുടെ മറുപടി. ഇതായിരുന്നു വിവാദങ്ങളുടെ തുടക്കം. DTH സർവീസ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ലെന്നും അത് മാറ്റി നൽകണമെന്നുമായിരുന്നു പൂജ തന്റെ ട്വിറ്റർ അക്കൗണ്ടിലൂടെ എയർടെലിന് സന്ദേശം അയച്ചത്. മുമ്പ് തന്റെ പരാതി ഉന്നയിച്ചപ്പോൾ മറുപടി തന്ന കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് വളരെ മോശമായിട്ടാണ് തന്നോട് പെരുമാറിയതെന്നും അവർ ട്വിറ്ററിലൂടെ വ്യക്തമാക്കി. ഉടൻ തന്നെ എയർടെല്ലിലെ ഷുഹൈബ് എന്ന എക്സിക്യൂട്ടീവ് പൂജയ്ക്ക് മറുപടിയുമായി എത്തി. പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഉടൻ പരിഹരിക്കാമെന്നുമായിരുന്നു ഷുഹൈബിന്റെ മറുപടി. എന്നാൽ മുസ്ലിമായ ഒരാളുടെ സേവനം തനിക്ക് ആവശ്യമില്ലെന്നും ഹിന്ദുവായ ഒരു കസ്റ്റമർ കെയർ ഉദ്യോഗസ്ഥനോട് മാത്രമേ താൻ സംസാരിക്കുകയുള്ളൂ എന്നുമായിരുന്നു പൂജയുടെ മറുപടി. പൂജയുടെ വർഗീയ ചുവയുള്ള ആവശ്യം എയർടെൽ പരിഗണിക്കുകയും ഷുഹൈബിന് പകരം ഗഗൻജോത് എന്ന ഹിന്ദു പ്രതിനിധിയെ പ്രശ്നപരിഹാരത്തിനായി നിയമിക്കുകയും ചെയ്തു. പൂജയുടെ വർഗീയ ചുവയുള്ള പരാമർശത്തേക്കാൾ വിവാദമായത് എയർടെൽ സ്വീകരിച്ച നടപടിയാണ്. ഒരു ഉപഭോക്താവിന്റെ വർഗീയത വമിക്കുന്ന ആവശ്യത്തെ ഒരു തരത്തിലും എതിർക്കാതെ വഴങ്ങിക്കൊടുക്കുകയാണ് എയർടെൽ ചെയ്തതെന്ന വിമർശനമാണ് പരക്കെ ഉയർന്നത്. നിരവധി പേർ എയർടെലിനെതിരെ വിമർശനവുമായി രംഗത്തെത്തി. പല പ്രമുഖരും എയർടെലിന്റെ നടപടിയെ പരസ്യമായി തന്നെ വിമർശിച്ചു. ഇത്രയധികം മതഭ്രാന്ത് വെച്ച് പുലർത്തുന്ന കമ്പനിക്കായി ഒരു ചില്ലി കാശ് പോലും ചിലവാക്കില്ലെന്നായിരുന്നു ജമ്മു മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പ്രതികരിച്ചത്. താൻ എയർടെലിൽ നിന്ന് മറ്റൊരു സർവീസ് പ്രൊവൈഡറിലേക്ക് നമ്പർ പോർട്ട് ചെയ്യുകയാണ്. മാത്രമല്ല തന്റെ എയർടെൽ DTHും ബ്രോഡ്ബാൻഡും പിൻവലിക്കുകയാണെന്നും അദ്ദേഹം തന്റെ അക്കൗണ്ടിലൂടെ ട്വീറ്റ് ചെയ്തു. എയർടെലിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് തങ്ങൾ എയർടെൽ നമ്പർ പോർട്ട് ചെയ്യുകയാണെന്ന് പലരും കുറിച്ചു. പ്രതിഷേധം കനത്തതോടെ തങ്ങൾ ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ ജീവനക്കാരോട് വേർതിരിവ് കാണിക്കാറില്ലെന്നും ഷുഹൈബും ഗഗൻജോതും തങ്ങളുടെ വിലപ്പെട്ട പ്രതിനിധികൾ തന്നെയാണെന്നും ഇനി ഇത്തരത്തിലൊരു ആവശ്യവുമായി കമ്പനിയെ സമീപിക്കരുതെന്നും എയർടെൽ പിന്നീട് വിശദീകരണ കുറിപ്പിറക്കി. വിമിഷ വിനോദ്, പബ്ലിക് കേരള.